ചീറ്റിംഗ് അഥവാ ചതി പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ള എന്നാൽ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അറിഞ്ഞും അറിയാതെയുമൊക്കെ ചീറ്റിങ്ങിന് ഇരയായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അവരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ചീറ്റിങ്ങിൻ്റെ ചില സൈക്കോളജികളാണ്. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എന്തുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ എന്തിനു ചതിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുക. ഒരാൾ ചതിക്കണമെങ്കിൽ അയാൾക്ക് പലതരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രേരണ ഉണ്ടായിരിക്കണം, അഥവാ മോട്ടീവ്സ്. ചതിക്കാൻ കാരണമായിട്ടുള്ള ചില മോട്ടീവ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ആദ്യമേ വരുന്നത് ഫിയർ ഓഫ് ലോസ് ആണ്, അഥവാ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം. ഇത് കാരണം ചീറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അടുത്ത ഡിസയർ ഫോർ എക്സൈറ്റ്മെൻറ്റ്. ചില ആളുകൾക്ക് മറ്റൊരാളെ ചതിക്കുന്നത് ഒരു തരത്തിൽ ഒരു ആനന്ദമാണ്. അവർക്ക് തൻ്റെ ബോറടി മാറ്റാനുള്ള ഒരു ടൂളായിട്ട് ചീറ്റിങ്ങിനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഡിസയർ ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്ന മോട്ടീവ് ഉള്ളത്. അടുത്തത് ലോ സെൽഫ് എസ്റ്റീം. അപകർഷതാബോധമുള്ള ആളുകൾ, അഥവാ സ്വയം തനിക്കൊരു വിലയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ തനിക്ക് വിലയുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് ചീറ്റിങ് യൂസ് ചെയ്യുന്നവരുണ്ട്. വ്യാജവും ഉചിതവുമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നതിലൂടെ തനിക്ക് സ്വയം വിലയുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി. അടുത്തതായി ഓപ്പർച്യൂണിസം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതും ചതിക്കാൻ പാകത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രമേ ഈ മോട്ടീവുള്ള ആളുകൾ ഒരാളെ ചീറ്റ് ചെയ്യാറുള്ളൂ. നാർസിസം, സൈക്കോപ്പതി. ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ആളുകൾ കൂടുതലും മറ്റൊരാളെ ചതിക്കാൻ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടിയാണ് അവരിനെ യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, അതുപോലെ വ്യക്തിപരമായിട്ടുള്ള അകൽച്ച, ഇതൊക്കെയും ചീറ്റിങ്ങിന് ഒരു പ്രധാന കാരണമാണ്. ചതിക്ക് സാമൂഹ്യപരമായിട്ടും ചില സ്വാധീനങ്ങളുണ്ട്. ചതി എന്ന് പറയുന്ന കാര്യം ഇന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നോർമലൈസ്ഡും അതുപോലെ കോമൺ ഫാക്ടറുമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചതി പറ്റിയാലും ആളുകൾ ഇത് സർവ്വസാധാരണമല്ലേ എന്നും പറഞ്ഞ് തള്ളിക്കളയും. ഇത് സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്കും കൂടി ഒരു പ്രേരണയാവും. താനിനി എത്ര വലിയ കൊടുംചതി കാണിച്ചാലും സമൂഹം അതിനെ സർവ്വസാധാരണമായിട്ട് കാണത്തുള്ളൂ എന്നുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടും. ഇത് വീണ്ടും വീണ്ടും അവരെ ചതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ചെറിയ ചെറിയ കള്ളത്തരങ്ങളിൽ നിന്നും തുടങ്ങി വലിയ വലിയ ചതികളിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ബിസിനസ്സുകളിൽ, റിലേഷൻഷിപ്പുകളിൽ, പല സാമൂഹ്യ മേഖലകളിൽ അതുകൊണ്ട് ചതി എന്നുള്ളത് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് സർവ്വസാധാരണമാണെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക്, അത് ഏറ്റിട്ടുള്ളവർക്ക് അത് തീരാവേദനയും നോവുമാണ്. കാലത്തിൻ്റെ മാറ്റമെന്ന് പറയുന്നത് പിന്നീട് ചതിയുടെ ഗതിയെയും മാറ്റി. സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്ത് ചതി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ആരെ വേണമെങ്കിലും ഇപ്പോൾ ചതിയിൽപ്പെടുത്താൻ സാധിക്കും. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.